ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. വിച്ച് വൺ ഈസ് അവർ കൺട്രീസ് ലീഡിംഗ് ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസർ ഇൻ ദി കോപ്പറേറ്റീവ് സെക്ടർ? ഒരു ഡൗട്ടും ഇല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫെർട്ടിലൈസർ എന്തുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്? ഓപ്ഷൻസിൽ നോക്കാതെ നിങ്ങളുടെ മൈൻഡിൽ എന്ത് വേണം? ആൻസർ വന്നിരിക്കണം. ദാറ്റ് ആൻസർ ഈസ് ഇഫ്കോ. കറക്റ്റ് അല്ലേ? നിങ്ങളുടെ മനസ്സിലേക്ക് വന്നില്ല ഇഫ്കോ എന്നുള്ളത്? ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇഫ്കോ ഉണ്ട്, ക്യാംകോ, നാഫെഡ്, റെയ്ഡ്കോ. എന്തായിരിക്കും ആൻസർ? ഫെർട്ടിലൈസർ ആണെങ്കിൽ അത് ഇഫ്കോ ആണല്ലേ. ഇനി നമുക്ക് ഇഫ്കോ ആൻസർ നോക്കാം കറക്റ്റ് ആണെന്ന്. നിങ്ങളും ഞാനും പറയുന്നത് എന്താണ്? ഇഫ്കോ തന്നെയാണ് സെയിം ആൻസർ എന്നാണെന്നല്ലേ. നമുക്ക് നോക്കാം. ഫെർട്ടിലൈസർ പ്രൊഡ്യൂസർ, ലാർജസ്റ്റ് ഫെർട്ടിലൈസർ പ്രൊഡ്യൂസേഴ്സ് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് നൺ അതർ ദാൻ ഇഫ്കോ തന്നെയാണ് അല്ലേ. കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ നമുക്ക് ഇഫ്കോയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് റിലേറ്റീവ് ഇൻഫർമേഷൻസ് ഞാൻ പാസ് ചെയ്ത് തരാം. നോട്ട് ചെയ്ത് വെക്കുക. എന്നാണ് ഇഫ്കോ രജിസ്റ്റർ ചെയ്തത്? സോറി, അതിന് മുൻപ് ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ഇഫ്കോ? ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നുള്ളതാണ് ഇഫ്കോയുടെ എക്സ്പാൻഷൻ അല്ലെ. ഇനി എന്നാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? 1967 നവംബർ 3 ഇഫ്കോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ പലവട്ടം ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ്കോയുടെ ഫസ്റ്റ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തത് എവിടെയാണെന്ന്. അത് കാലോളിലാണ്. ഫസ്റ്റ് ഫെർട്ടിലൈസർ പ്ലാന്റ് ഓഫ് ഇഫ്കോ വാസ് ഇൻസ്റ്റാൾഡ് അറ്റ് കാലോൾ. പിന്നെ അതുപോലെ തന്നെ ഒരു ഫേമസ് ഫെർട്ടിലൈസർ ഉണ്ട്, ഇന്ത്യയിലുള്ള ഫേമസ് ഫെർട്ടിലൈസർ പ്ലാന്റ് ഇഫ്കോയുടേത്. അത് ഹരിയാനയിലുള്ള ശൃന്തിയാണ്. ഓക്കെ. പിന്നെ ഇനി ചോദിച്ചിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇഫ്കോക്ക് എവിടെയെല്ലാം പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ട്? ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്, അതാണ് എടുത്തു പറയുന്നത്. കാലോൾ, കാൻഡ്ല, ഫുൽപൂർ, അവോല, പ്രദീപ്, പാരാദീപ്. ഇവിടെ സോറി പ്രദീപ് എന്നായിപ്പോയെ, പാരാദീപ്. ഇതെല്ലാം ഇഫ്കോയുടെ എന്താണ്? പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ്. നമ്മുടെ ഇഫ്കോനെ റാങ്ക് വൈസ് നോക്കുമ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിലെ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഫെർട്ടിലൈസേഴ്സ് എന്നുള്ള നാമം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇഫ്കോക്കാണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്, ഇഫ്കോക്ക് 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവാർഡ്സ് കൊടുക്കുന്ന. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന 2 അവാർഡ്സ് ആണ് സഹകരണ രത്നയും സഹകരണ ബന്ധുവും. ഇത് നോട്ട് ചെയ്ത് വെക്കുക. സഹകരണ രത്നയും സഹകരണ ബന്ധു അവാർഡും ഈസ് റിലേറ്റഡ് ടു ഇഫ്കോ. ഇനി സഹകരണ രത്ന അവാർഡിന്റെയും സഹകരണ ബന്ധു അവാർഡിന്റെയും നമ്മുടെ പ്രൈസ് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ആ അവാർഡിന്റെ പ്രൈസ് എമൗണ്ട് വരുന്നത് 5 lakh rupees ആണ്. ഓക്കെ, ഇതാണ് 5 lakh rupees. പിന്നീടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ FSC അതേതാണ്? ഫാമർ സർവീസ് സെന്ററിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? അത് ഇഫ്കോയാണ്. പലവട്ടം പല മാതിരി പരിശോധിച്ചിട്ടുണ്ട്. FSCയെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? ഇഫ്കോയാണ് കേട്ടോ. ഇനി ഇഫ്കോ ഒരു കിസാൻ സേവ ഫണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇഫ്കോ കിസാൻ സേവ ട്രസ്റ്റ്. ഓക്കെ. ഇനി വേറൊരു റാങ്ക് പോയിന്റ് ആണ്, നോക്കി വെച്ചോ. ഗ്രാം സഞ്ജീവനി എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? അത് നമ്മുടെ ഇഫ്കോയുമായിട്ട് കണക്റ്റഡ് ആണ്. ഗ്രാം സഞ്ജീവിനി റിലേറ്റഡ് ടു ഇഫ്കോ. പറയുമ്പോ തന്നെ എന്ത് ചെയ്യാ? പഠിച്ച് പോവുക. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് IFFDC. ഇഫ്കോയുടെ ഫുൾ ഫോം നമുക്കറിയാം. ഇനി IFFDC എന്തുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഫ്കോയുമായിട്ട് കണക്റ്റഡ് ആണ്. അതിന്റെ എക്സ്പാൻഷൻ എന്താ? ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സ്. 1993 അത് സ്റ്റാർട്ട് ചെയ്തത്. മാത്രവുമല്ല ഈ IFFDC എന്നുള്ളത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. നോക്കുക, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഇനി അതുപോലെ തന്നെ ഇഫ്കോ കിസാൻ ട്രസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പർപ്പസ് എന്താണ്? ചാരിറ്റബിൾ പർപ്പസ് ആണ് അല്ലെ. ഏതെങ്കിലും ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലോ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അവർക്ക് സഹായ ഹസ്തങ്ങൾ നീട്ടാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഇഫ്കോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ട്രസ്റ്റ് ആണ് ഇഫ്കോ കിസാൻ ട്രസ്റ്റ്. അപ്പൊ കുറെ പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കി പോവുക. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പാസ് ചെയ്യുകയാണ്. Then 22 question.
Which one is national level organization of marketing cooperatives in India? ഇത് നമുക്ക് ഒരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ലെവലിലുള്ള മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഏതാണ്? അത് നമ്മുടെ നാഫെഡ് തന്നെയായിരിക്കും അല്ലേ? ഒരു സംശയവുമില്ല. ഓപ്ഷനിൽ നാഫെഡ് ഉണ്ടാകും നോക്കുക. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യുക, ആൻസർ വരുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് തന്നെയാണോ നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ ഉള്ളത് എന്ന് നോക്കുക. അത് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഡൗട്ടും ഇല്ല അല്ലേ? NCDC ഉണ്ട്, അത് നാഷണൽ കോപ്പറേറ്റീവ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. NDDB റിലേറ്റഡ് ടു മിൽക്ക് ആണ് അല്ലേ? നാഫെഡ് ഉണ്ട്, പിന്നെ നബാർഡ് ഉണ്ട്. നബാർഡ് ഒരു അപ്പെക്സ് ബാങ്ക് ആണ്. പിന്നുള്ളത് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആൻസർ, ഡയറക്റ്റ് ആൻസർ എന്താണ്? നാഫെഡ് ആയിരിക്കും. നമുക്ക് നോക്കാം നാഫെഡ് തന്നെയാണോ എന്ന്. കറക്റ്റ് ആണ്, നാഫെഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നാഫെഡിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കുറെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ട് ചെയ്ത് പോവുക. നമ്മൾ നേരെ പോകുന്നു 23rd ക്വസ്റ്റ്യനിലോട്ട്. Which of the following statement is or are true about cooperative society audit? കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കുറച്ചുകൂടെ മീൻസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് ഓപ്ഷൻസിലോട്ട് പോകാം. കോപ്പറേറ്റീവ് ഓഡിറ്റ് നോട്ട് ഓൺലി ഫിനാൻഷ്യൽ ബട്ട് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഓഡിറ്റിന്റെ മീനിങ് പറയുന്ന സ്ഥലത്ത് തന്നെ നമ്മളിത് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമല്ല, അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, ഭരണപരമായ ഓഡിറ്റ് കൂടിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് കറക്റ്റ് ആണ് അല്ലെ? ഇനി പറഞ്ഞിരിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഓഡിറ്റ് നോട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അതായത് നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണ്, പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് അല്ല. ഫസ്റ്റ് മീനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം സെക്കൻഡ് മീനിങ് ഈസ് റോങ് ആണെന്ന് പറയാം അല്ലെ? ഇനി നമുക്ക് പറയാം കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്നാ പറയുന്നത്, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അങ്ങനെയാണോ? നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലനേഷനോട് കൂടി തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്, അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം, ആകെ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ ഒരെണ്ണം മാത്രമേ എന്തായിട്ടുള്ളൂ, ട്രൂ ആയിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഉണ്ടാവും നോക്കി, ഓപ്ഷൻ 1 ഓൺലി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും നോക്കാം. എ പറഞ്ഞിരിക്കുന്നു 1 and 3, ബി പറഞ്ഞു 2 and 3, സി പറഞ്ഞു 1 ഓൺലി, ഡി പറഞ്ഞു 3 ഓൺലി. നമുക്ക് അറിയാം ഇതൊരു നോട്ട് ഓൺലി ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണ് ബട്ട് ആൾസോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്നുള്ള ഓപ്ഷന് ഏതിൽ വരുന്നുണ്ട്? സിയിൽ വരുന്നുണ്ട് അല്ലെ? നിങ്ങളുടെ മൈൻഡിലും വന്നിട്ടുണ്ടാവണം, എൻ്റെ മൈൻഡിലും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ആൻസർ സി തന്നെയാണോ എന്ന് നോക്കാം. ഒരു സംശയവുമില്ല, സി തന്നെയാണ്. അപ്പോൾ ഇതിൽ കിട്ടിയിരിക്കുന്ന പോയിന്റ് എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമല്ല, അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കൂടിയാണ്. മാത്രമല്ല ഇതെന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും കൂടിയാണ്. ഈ പോയിന്റ് മനസ്സിൽ നന്നായിട്ട് പതിപ്പിക്കുക. ഓക്കെ, നമ്മൾ പോകുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടാണ്. ഇനി മാക്സിമം ഓഡിറ്റ് ഫീ പേയബിൾ ബൈ ജനറൽ കാറ്റഗറി സൊസൈറ്റി വിൽ not exceed 10,000 rupees ഉണ്ട്, 15,000, 25,000, 1 lakh. മാക്സിമം ഓഡിറ്റ് ഫീ പേയബിൾ ബൈ ജനറൽ കാറ്റഗറി നമ്മൾ മിനിമം ഫീസും മാക്സിമം ഫീസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ആൻസറും എന്താണ്? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നമുക്കറിയാം. അതിന്റെ മാക്സിമം ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത് 1 lakh rupees ആണ് അല്ലെ? അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ 10,000, 15, 25, 1 lakh ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണോ എന്ന്. അതെ, ഓപ്ഷൻ ഡി തന്നെയാണ്. അപ്പൊ ഞാൻ ഈ അതായത് 23ന്റെ കേസിലുള്ള പ്രോബ്ലത്തിൽ മീൻസ് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ തരാത്തത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വന്നത് ഓഡിറ്റ് ഫീനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എക്സ്പ്ലനേഷൻ തരാതിരുന്നത്. ഇനി നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡി സി ആരാണെന്ന് അറിയാലോ? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൻ 63 ആണ്. അതുപോലെ തന്നെ ഓഡിറ്റ് പ്രൊസീജിയറും കണക്റ്റഡ് ആയിട്ടുള്ളത് 64 ആണ് അല്ലേ? പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പഠിക്കാണ്ടല്ലേ ഇതില്. within dash month from the date of receipt of the audit report of the DCA shall issue an audit certificate. ഏത് മാസത്തിൽ എത്ര മാസത്തിനകം DCA ഇഷ്യൂ ചെയ്യണം? 3 മാസത്തിനകം അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഓഡിറ്ററിനെയും ഓഡിറ്റിംഗ് ഫേമിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത
വിത്തിൻ 4 മാസത്തിനകം 4 മന്ത്സിനകം അവർ അപ്പോയിന്റ് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇനി ജനറൽ ബോഡി നമുക്ക് അറിയാം ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി. ഇനി അവര് ഫെയിലായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഓഡിറ്ററിനെയോ അല്ലെങ്കിൽ ഓഡിറ്റർ ഫേംസിനെയോ അപ്പോയിന്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി DCAയുടേതാണ്. മാക്സിമം ലിമിറ്റ് ഓഫ് ഓഡിറ്റ് ഷാൾ ബി ടേക്കൺ ബൈ ദ ഓഡിറ്റർ ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഓഡിറ്റ് ചെയ്യുന്നതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30 കമ്പനീസിന്റെ മാത്രമേ ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇനി ഇതിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 years എങ്കിലും വർക്ക് എക്സ്പീരിയൻസ് വേണം അല്ലേ? ഓഡിറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഓഡിറ്റിംഗ് ഫേംസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒന്നിൽ കൂടുതൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വർക്ക് ചെയ്യുന്ന പ്ലേസ്. കറക്റ്റ് അല്ലേ? ഇനി ഓഡിറ്റ് നമ്മൾ പറഞ്ഞു, ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ടൈപ്പ് ഉണ്ട്, ക്വാളിഫൈഡും ഉണ്ട് അൺക്വാളിഫൈഡും ഉണ്ട് അല്ലേ? ആ ഓഡിറ്റ് റിപ്പോർട്ട് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? 64B കണക്റ്റഡ് ആണ്. എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്? 30 ദിവസം കഴിഞ്ഞ് 30 ദിവസത്തിനകം നമ്മുടെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് 30 ദിവസത്തിനകം എന്ത് ചെയ്യണം? ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ DCAക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി സൊസൈറ്റി നമ്മളിപ്പോൾ DCAയുടെ ഓഡിറ്റ്, കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ ഒക്കെ ഒരുപാട് കഴിഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഉണ്ട്. അതെല്ലാം I+ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയുള്ള ഒരു വാസ്റ്റ് നോട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ എറേഴ്സ് വരും, അത് നോക്കി പോകുക. എറേഴ്സിന്റെ എക്സാമ്പിൾ തന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഡിറ്റ് ആണുള്ളത്, ഒരു ഇന്ററിം റിപ്പോർട്ട്, അതുപോലെ തന്നെ ഇന്ററിം കോപ്പറേറ്റീവ് ഓഡിറ്റ്, ടെസ്റ്റ് ഓഡിറ്റ്, ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും ഏത് ഓഡിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ 1969 ആക്ട് KCS ആക്ട് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് പഠിക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുള്ളത്. ഓരോ സെക്ഷൻസും റൂളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ സെക്ഷൻ പഠിക്കുമ്പോൾ തന്നെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ റൂൾസും എന്ത് ചെയ്യുക? നോക്കി പോകുക. അതുപോലെ തന്നെ ഇതിന്റെ 2 months കാറ്റഗറി, 3 months, അതുപോലെ തന്നെ 6 month കാറ്റഗറി, 4 months, 60 days, 30 days, ഇങ്ങനെ പറയുന്ന ഓരോ ഡ്യൂറേഷൻ ഉണ്ടല്ലേ, അതെല്ലാം നമ്മൾ നോക്കി പോവുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ച്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇങ്ങനെ ഒരു സ്ലാബായിട്ട് പഠിക്കുക. മീൻസ് ആദ്യം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മീനിങ്സ് പഠിക്കുക. ആ മീനിങ്സിൽ തന്നെ എന്ത് ചെയ്യുക? ഈ കണ്ടന്റിൽ വരുന്ന, അതായത് ഈ ടോപ്പിക്കിൽ വരുന്ന എല്ലാ സബ് ടോപ്പിക്സ് ആയിട്ട് ഒരു മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ കണക്റ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് നമുക്ക് ഈസി ആയിരിക്കും. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസും അതുപോലെ പഠിച്ചു പോവുക. സെക്ഷൻസ് ആൻഡ് റൂൾസ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ നമ്മൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് പഠിക്കുന്നു, അതിനുശേഷം അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് പഠിക്കുന്നു. പിന്നെ അതിൽ നമ്മൾ എന്ത് പഠിക്കുന്നു? അതിലുള്ള ഏതൊക്കെ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് കോപ്പറേറ്റീവ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ആരാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്, പിന്നെ ഇതിന്റെ റിപ്പോർട്ട് മീൻസ് ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ആ ഓർഡർ വൈസിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? ഓർത്ത് വെക്കാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞുള്ള മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നമ്മൾ കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ സെക്ഷൻസും റൂൾസ് എല്ലാം നോക്കി നമ്മുടെ പിന്നെ നോക്കാനുള്ള ഒരു ഓൾറെഡി നിങ്ങൾ ഇതിന്റെ ഇതൊക്കെ കഴിഞ്ഞതായിരിക്കും അല്ലേ? എന്താ റിവിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ DCAയിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവരും പഠിക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യംസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഇതിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണെന്ന്. അതായത് ഓഡിറ്ററിന് കൊടുക്കുന്നതിന് മുൻപ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഡ്യൂട്ടി ഉള്ളത് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവിനാണ്. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്ത് 1 monthനുള്ളിൽ എന്ത് ചെയ്യണം? അത് കൊടുത്തിരിക്കണം. പിന്നീട് ഇതിൽ ചോദിക്കാൻ മീൻസ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 6 monthsനകം നമുക്കറിയാം. പിന്നെ നമ്മൾ നേരത്തെ പോയത് ഇതിലായിട്ടാണ്? ഓഡിറ്റ് ഫീയെ സംബന്ധിച്ചിടത്തോളം അല്ലേ? ഒരു സൊസൈറ്റി ഓഡിറ്റ് ഫീ ചെയ്യേണ്ടത് എന്താണ്? ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അല്ലേ? പിന്നെ ഒരു എക്സംഷൻ ഉണ്ട്. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് ഫസ്റ്റ് ഇയർ എന്ത് കൊടുക്കണ്ട? നമ്മുടെ ഓഡിറ്റ് ഫീ കൊടുക്കണം. അതുപോലെ തന്നെ വീവേഴ്സിന് ആദ്യത്തെ 6 വർഷം ഇത് കൊടുക്കേണ്ട. പിന്നെ കുറെ എക്സംഷൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടേബിൾ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് I+. അപ്പൊ അതിൽ നോക്കുക ഹാഫ് കൊടുക്കേണ്ടത് ആരാണ്, കൊടുക്കാത്തത് ആർക്കൊക്കെയാണ്.
അങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. പിന്നീട് മാക്സിമം ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത് 1 lakh ആണുള്ളത്, മൈൻഡിൽ വെക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. അപ്പം മിനിമം മാക്സിമം 1 lakh ആണെങ്കിൽ മിനിമം എത്രയായിരിക്കും? മിനിമം എത്രയാണ്? 50 പൈസ ഫോർ എവറി 100 rupees. മിനിമം എന്ന് പറയുന്നത് ഓരോ 100 രൂപയ്ക്കും 50 പൈസ എന്ന നിരക്കിൽ, അതായിരിക്കും മിനിമം ഓഡിറ്റ് ഫീ. ഇത് ചോദിച്ചിട്ടുണ്ട്, പലവട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സ്കൂൾ സൊസൈറ്റീസിനില്ല. അതുപോലെ തന്നെ നമ്മുടെ വെൽഫെയർ, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള സൊസൈറ്റീസ് ഒക്കെ ഉണ്ടാവില്ല, അവർക്കൊന്നും ഓഡിറ്റ് ഫീ എന്തല്ല ആപ്ലിക്കബിൾ അല്ല. പിന്നെ ഒരു സ്ലാബ് പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് എന്താ നോക്കുക. പിന്നീട് ഓഡിറ്റ് ഫീയെ സംബന്ധിച്ചിടത്തോളം ഇത് ആ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു തരണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? കറക്റ്റ് ഏതാന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ. 25th ക്വസ്റ്റ്യനിൽ കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ? ഫാമിംഗ് സൊസൈറ്റി which accept deposit shall and grant loan shall pay the audit fee. നമുക്കറിയാം ഏതൊരു സൊസൈറ്റി ആണെങ്കിലും ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും ലോൺസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന സൊസൈറ്റി ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റ് ഫീ പേ ചെയ്തിരിക്കണം. അതിലൊരു ഡൗട്ടും ഇല്ല, അത് നമുക്കറിയാം. കറക്റ്റ് സെന്റൻസ് ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നീഡ് പേ ഓൺലി ഹാഫ് ദ റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ ചാർജബിൾ. ഇത് നമുക്കറിയാം. വനിതകളുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്ത് കൊടുത്താൽ മതി? ഓഡിറ്റ് ഫീയുടെ ഹാഫ് ഓഫ് ദ റേറ്റ് കൊടുത്താൽ മതി. ഓഡിറ്റ് ഫീ എത്രയാണോ അതിന്റെ പകുതി മാത്രം വനിതകൾ കൊടുത്താൽ മതി. ഇതിലൊരു പഴഞ്ചൊല്ലായിട്ടുള്ള ഒരു ടങ് ട്വിസ്റ്റർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വനിത പാൽ കുടിച്ച് കയറ് പിരിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു പകുതി കാശ് കൊടുത്താൽ മതി ഓഡിറ്റ് ഫീൻ്റെ. അതായത് വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനും കൊയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനും മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനൊക്കെ എന്തെടുത്താൽ മതി? ഹാഫ് റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ഇനി തേർഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പെക്സ് SC/ST സൊസൈറ്റിയുടെ അപ്പെക്സ് സൊസൈറ്റീസിനും ഹാഫ് ഓഫ് ദ റേറ്റ് മാത്രം കൊടുത്താൽ മതി. അതും കറക്റ്റാണ്. SC/ST സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ ഒരു കൺസെഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ. അത്തരത്തിലുള്ളൊരു കൺസെഷനാണ് ഹാഫ് ഓഫ് ദി റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് 1ഉം 2ഉം മാത്രം കറക്റ്റ് ഉള്ളൂ. ബി പറഞ്ഞിരിക്കുന്നത് 2ഉം 3ഉം കറക്റ്റ് ആണ്. സി പറഞ്ഞു 1 and 3 ഓൺലി ഉള്ളൂ എന്ന്. പക്ഷെ ഡിയിൽ പറഞ്ഞിട്ടുണ്ട് 1, 2 and 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പ്ലനേഷനിൽ നിന്ന് മനസ്സിലാക്കിയ ഓഡിറ്റ് ഫീയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആണ്. ഇനി നമ്മൾ പോയിന്റ്സ് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്റർ മീൻസ് ഓരോ ടോപ്പിക്ക് വായിക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ എന്താ പോയിന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. അത് മാത്രമല്ല ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എവിടെ നിന്നെല്ലാം നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നു അവിടെയുമെല്ലാം ഒരു വാസ്റ്റ് റീഡിങ് നിങ്ങൾ കൊണ്ടുവരിക. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മൾ പോകുന്നു 26th ക്വസ്റ്റ്യനിലോട്ട്. 26th ക്വസ്റ്റ്യനിൽ എന്താ? Auditor or auditing firms appointed under Cooperative Societies Act shall complete audit within a period of dash month and within a period of dash month from the date of receipt of the audit report. The DCA shall issue audit certificate of the concerned societies. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാം സ്ലാബുകൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ടൈം ഡ്യൂറേഷൻസ് മാറിപ്പോകരുത്. നമുക്ക് അറിയാം ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റ് ഫേംസ് അപ്പോയിന്റ് ചെയ്ത് 4 മാസത്തിനകം എന്ത് ചെയ്യണം? ഓഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം DCA 3 മാസത്തിനകം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇത് നമ്മൾ പലവട്ടം പല രീതിയിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ മൈൻഡിൽ വെക്കുക, ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 4 മാസത്തിനകമാണ്. അതിനുശേഷം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് റിപ്പോർട്ട് സ്വീകരിച്ച DCA 3 മാസത്തിനകം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. നമുക്ക് ആൻസറിലോട്ട് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് എനിക്കറിയാം. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്ന PSC കാൻഡിഡേറ്റ്സ് ആണ്. നല്ല രീതിയിലുള്ള ജോലിയൊക്കെ വാങ്ങിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പിള്ളേരാണ് അല്ലേ.
അപ്പൊ നോക്കാം 3 ആണ്, 3 മാസത്തിനകമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 3 മാസത്തിനകമാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, അത് കറക്റ്റ് ആണ്. പക്ഷേ 3 മാസത്തിനകമല്ല ഓഡിറ്റിംഗ് ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അപ്പൊ അത് റോങ് ആണ്. നെക്സ്റ്റ് പറഞ്ഞത് 4 അല്ല, എന്തായാലും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മാസം എടുക്കണം. നെക്സ്റ്റ് പറയുന്നു 3 മാസത്തിനകം ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മാസത്തിനകമാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്, അപ്പൊ അതും കറക്റ്റ് അല്ല. പക്ഷെ നെക്സ്റ്റ് ഡീല് പറഞ്ഞിട്ടുണ്ട് 4 മന്ത്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, 3 മന്ത്സിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലേ. നിങ്ങളുടെ മനസ്സിലൊക്കെ വന്നിട്ടുണ്ട്. ഓഡിറ്റിംഗ് ഫേം എന്ന് പറയുമ്പോൾ തന്നെ 4ഉം ഓഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിൽ 3 വരിക. അപ്പൊ നമുക്ക് അത് കിട്ടി, ഓപ്ഷൻ കിട്ടി, ഡി ആണെന്ന് ആൻസർ വന്നല്ലേ. ഇനി നമ്മൾ നേരെ പോകുന്നതിന് എക്സ്പ്ലനേഷൻ ഇല്ല, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. 27 പോകാം. When the auditor concludes that the financial statement gives true and fair view of the state affairs of the business, then he will issue. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ഓഡിറ്ററിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ്, അതായത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ബിസിനസിന്റെ സിറ്റുവേഷനെ പറ്റിയുള്ള സത്യമായ കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാള്, അതായത് ഓഡിറ്റർ ഏത് തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്: ക്വാളിഫൈഡ് റിപ്പോർട്ട്, ബി അൺക്വാളിഫൈഡ് റിപ്പോർട്ട്, സി ഡിസ്ക്ലൈമർ റിപ്പോർട്ട് ആൻഡ് ഡി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം ഓഡിറ്റർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്തായാലും ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അല്ല എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് അത് കട്ട് ചെയ്യാം അല്ലെ. പിന്നീട് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ക്വാളിഫൈഡ് ആണോ അൺക്വാളിഫൈഡ് ആണോ ഡിസ്ക്ലൈമർ ആണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഡിസ്ക്ലൈമർ റിപ്പോർട്ട് അങ്ങോട്ട് പാടെ മാറ്റിക്കളയാൻ. നമുക്ക് രണ്ടായിട്ടാണ് റിപ്പോർട്ട്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ക്വാളിഫൈഡും അൺക്വാളിഫൈഡും. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ ബിസിനസ് ഓഡിറ്റർ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ബിസിനസ് നല്ല രീതിക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ളതാണ്. അതായത് അതിന് ഒരു തരത്തിലുള്ള ഒരു സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ടോ ഇവർ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള സജഷൻസ് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഇവിടെ ഒരു മൈൻഡ് റീഡിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അത് ക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലേ എന്ന് നമ്മൾ ചില കാൻഡിഡേറ്റ്സിന് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ക്വാളിഫൈഡ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓഡിറ്റർ മസ്റ്റ് ആയിട്ട് അതിൽ എന്ത് ആഡ് ചെയ്തിരിക്കണം? എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് ഓവർകം ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും റീസൺസോ മീൻസ് അതെന്തെങ്കിലും അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള റിപ്പോർട്ടിനെയാണ് നമ്മൾ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ. ഇനി അൺക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിൽ നമ്മൾ ഓൺഗോയിങ് ആയിട്ടുള്ള ബിസിനസ് കറക്റ്റ് ആയിട്ടുള്ള വേയിലാണ്, അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ചേഞ്ചസോ സജഷൻസോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇങ്ങനെയുള്ള ട്രൂ ആൻഡ് ഫെയർ കൊടുക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഓഡിറ്റർ ഇഷ്യൂ ചെയ്യുന്നത് അൺക്വാളിഫൈഡ് റിപ്പോർട്ടാണ്. നമ്മുടെ മൈൻഡിൽ അൺക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ അതിന് യോഗ്യത ഇല്ലാത്തതല്ല. അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെയർ ആൻഡ് ട്രൂ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ ബിസിനസ് ആണ് എന്ന് പറയാം. ഇപ്പൊ ചേഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡും, സജഷൻസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അൺക്വാളിഫൈഡും. അത് പഠിക്കുമ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പഠിക്കുക. നമുക്ക് നോക്കാം ആൻസർ ക്വാളിഫൈഡ് ആണോ അൺക്വാളിഫൈഡ് ആണോ എന്ന്. അത് അൺക്വാളിഫൈഡ് റിപ്പോർട്ടാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇതും ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ ട്രൂ എന്നാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നു ഇന്റേണൽ ചെക്ക് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്റേണൽ ചെക്ക് ചെയ്യുന്നത്. കറക്റ്റ് ആണല്ലേ? നമ്മളൊരു ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ചെക്ക് ചെയ്ത് കഴിഞ്ഞ എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ഒക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇന്റേണൽ കൺട്രോളിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇന്റേണൽ കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇന്റേണൽ ചെക്ക് വേണം അല്ലെ? ഇനി അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താ? ഇന്റേണൽ കൺട്രോൾ ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ ചെക്ക്. അതായത് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് ചെക്കിന്റെ ഒരു പാർട്ടാണ്. അത് തെറ്റാണ്. ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് ഇന്റേണൽ കൺട്രോളിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇന്റേണൽ കൺട്രോൾ ഒരിക്കലും ഇന്റേണൽ ചെക്കിന്റെ ഭാഗമായിട്ട് വരില്ല. ഇനി തേർഡ് പറഞ്ഞിരിക്കുന്നത്
ഇന്റേണൽ ഓഡിറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോളിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ്. അത് കറക്റ്റ് ആണ്. ഇന്റേണൽ കൺട്രോളിന്റെ കറക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്, ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെന്റൻസ് കറക്റ്റ് ആണ് എന്ന് പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പോയിന്റ് 1 and 3 എന്താണ്, കറക്റ്റ് ആണ്. സെക്കൻഡ് പോയിന്റ് എന്താ, ഫോൾട്ട് ആണല്ലേ. അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 2 ഓപ്ഷനും കറക്റ്റ് ആണ്. നമുക്കറിയാം രണ്ടാമത്തെ ഓപ്ഷൻ റോങ് ആണ്. അപ്പൊ നമ്മൾ അത് എന്താ ചെയ്യാ, സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക. ദെൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് 2, 3 ശരിയാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് 2 തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ബിയും വെട്ടിക്കളയാം. ഇനി സി പറഞ്ഞിരിക്കുന്നത് 1, 3 കറക്റ്റ് ആണ്. അപ്പൊ അത് കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഡിയിൽ പറഞ്ഞിട്ടുണ്ട് 1, 2, 3 കറക്റ്റ് ആണെന്ന്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ ആൻസർ എന്താണ്, സി ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾക്കും എനിക്കും കിട്ടിയ ആൻസർ സി തന്നെയാണോ എന്ന് നോക്കാം. ആൻസർ സി തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതെല്ലാം നമ്മുടെ ഓഡിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് ഓഡിറ്റിംഗ് എന്നുള്ള ഒരു ടോപ്പിക്ക് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, എവ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ കോൾ ഫോർ എ ജനറൽ മീറ്റിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത് ഫ്രം ദ എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് ഇയർ ആൻഡ് ദ മാക്സിമം പീരീഡ് ഓഫ് ഹോൾഡിംഗ് ജനറൽ മീറ്റിംഗ് may be extended by the registrar for maximum period of 6 months. ഇത് എവിടെ വരുന്ന ടോപ്പിക്കാണ്, ഇത് വരുന്നത് രജിസ്ട്രേഷനിലാണല്ലേ. രജിസ്ട്രേഷന്റെ സമയത്ത് വരുന്ന മീറ്റിംഗിന്റെ ടൈമിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോ പീരീഡ് ഡ്യൂറേഷൻ ഉണ്ട് ഓരോ മീറ്റിംഗിന് കണ്ടക്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഓർത്ത് വെക്കുക, അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിങ്ങിനുള്ളിൽ എന്ത് ചെയ്യണം, 6 മാസത്തിനകം നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം എന്നുള്ളത് നമ്മൾ രജിസ്ട്രേഷൻ പഠിച്ച സമയത്ത് മുതൽ എന്ത് ചെയ്യാം, നമുക്ക് അറിയാം അക്കൗണ്ടിങ് ഇയറിൽ. അപ്പൊ 6 മാസത്തിനകം എന്ത് ചെയ്യണം, ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. അതിന്റെ പീരീഡ് മീൻസ് ആ 6 മാസം എന്നുള്ളത് രജിസ്ട്രാറിന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ആ പവർ അനുസരിച്ച് എത്ര മാസം വരെ അത് ഹോൾഡ് ചെയ്ത് വെക്കാം, ഒരു 3 months വരെ നമുക്കത് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ മീറ്റിംഗ് അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നതിന് 6 മാസം മുൻപ് വിളിച്ചിരിക്കണം. 6 മാസം എന്നുള്ളതിന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പവർ ആർക്കാണ്, രജിസ്ട്രാറിനാണ്. എത്ര മാസം വരെ അത് ഹോൾഡ് ചെയ്ത് വെക്കാം, എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാം, മീൻസ് 3 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. 6 ആണ്, അത് തെറ്റാണ്. എക്സ്റ്റെൻഡിങ് പീരീഡ് 3 months ആണ്. ഇനി പറയുന്നത് 3 ആണ്, അതും തെറ്റാണ്. ഇതിന് 6 monthസിലോട്ട് നമ്മൾ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് 6 അത് കറക്റ്റ് ആണ് അല്ലേ. അതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത്. 3 മാസത്തിനകം കോൾ മീറ്റിംഗ് ജനറൽ മീറ്റിംഗും 6 മാസം വരെ എക്സ്റ്റൻഷൻ, അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷന് സി ആണ്. അപ്പൊ രജിസ്ട്രേഷന്റെ സമയത്ത് ഒരുപാട് നമ്മുടെ ഡ്യൂറേഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. 3 months, 4 months, 6 അതിൽ 4 വരില്ല, 3ഉം 6ഉം 30 days ഒക്കെ വരുന്നുണ്ട് അമെന്റ്മെന്റിന്റെ സമയത്തും അഫിലിയേഷന്റെ സമയത്തേക്ക്. അപ്പൊ അതെല്ലാം നന്നായിട്ട് നോക്കി വെച്ച് പോകുക. ഇനി നെക്സ്റ്റ് അപ്പൊ നമ്മൾ ആൻസർ നോക്കി, കറക്റ്റ് ആണ്, സി തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ ആൻസറും കറക്റ്റ് ആണ്, 6 തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ നമ്മൾ ആൻസർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള എന്താ സ്റ്റേറ്റ്മെന്റ് വൈസ് വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്താ പഠിച്ചു വെക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An ad hoc committee will be in power for a period of dash month from the date of registration. നമ്മൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാകും രജിസ്ട്രേഷന്റെ സമയത്ത്. അതിന്റെ പവർ എന്ന് പറയുന്നത് എത്രയാണ്, 3 മാസമാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. പവർ ഓഫ് ഡയറക്ടേഴ്സിന് മീൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അഡ്ഹോക് കമ്മിറ്റിയുടെ എപ്പോഴും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. ഇനി ആ സൂപ്പർവിഷന്റെ സമയത്താണ് എന്നുണ്ടെങ്കിലും നമ്മളൊരു അഡ്ഹോക് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെയും എന്താണ് ഈ പറയുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 months തന്നെയായിരിക്കും. ഓർത്ത് വെക്കുക, അഡ്ഹോക് കമ്മിറ്റി ഫസ്റ്റ് വരുന്ന രജിസ്ട്രേഷൻ സമയത്ത് വരുന്ന ആദ്യത്തെ കമ്മിറ്റിയാണ്. അവരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബോർഡ് ഓഫ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതും ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, അഡ്ഹോക് കമ്മിറ്റിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 months ആണ്.
അപ്പോൾ നമ്മൾ ആദ്യത്തെ കോർപ്പറേഷൻ ഫീൽഡിലുള്ള ഒരു 30 ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് 10 ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.